നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2 ബലാത്സംഗ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടവൻ അവൻ അവർക്ക് മുന്നിലെത്തി. പാലക്കാട് ജനങ്ങളുടെ മുന്നിൽ അവൻ്റെ മുന്നിലേക്ക് പ്രതിഷേധക്കാർ ഇരമ്പിയെത്തി. പൂവൻ കോഴിയുടെയും തൊട്ടിലുകളുടെയും ചിത്രങ്ങളുമായി ഡിവൈഎഫ്ഐയും BJP പ്രവർത്തകരും അവന് മുന്നിൽ പ്രതിഷേധ വലയം തീർത്തു. മറുവശത്ത് അവൻ്റെ കാറിൽ പൂവൻകോഴിയുടെ സ്റ്റിക്കർ പതിച്ചു. ഇതെല്ലാം പകർത്തി നിന്ന മാധ്യമങ്ങളെ നോക്കി അവൻ പരിഹസിക്കുന്നു, പുച്ഛിക്കുന്നു. മറുവശത്ത് പ്രതിഷേധക്കാരുടെ മുഖത്ത് നോക്കി അവൻ പുച്ഛിക്കുന്നു. 15 ദിവസമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തിയത് 4:50-ന്. വോട്ട് ചെയ്ത് പുറത്തേക്കിറങ്ങിയ രാഹുൽ തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിൽ കയറി. രാഹുലിനു ചുറ്റും മാധ്യമപ്പട ആർത്തിരമ്പി. അവരുടെ ചോദ്യങ്ങൾക്ക് രാഹുലിൻ്റെ മറുപടി അളന്നു കാച്ചി. ഇനി എന്താണ് പരിപാടി എന്ന മാധ്യമപ്രവർത്തകയുടെ ചോദ്യത്തിന് രാഹുലിൻ്റെ മറുപടി വ്യക്തം: ഒരു ചായ കുടിക്കണം. മാപ്രയുടെ അണ്ണാക്കിൽ കൊടുത്തുവെന്നാണ് സോഷ്യൽ മീഡിയയുടെ കമൻറ്റ്. തലകുനിക്കാതെ പാലക്കാടെത്തി വോട്ട് ചെയ്ത് മടങ്ങിയ രാഹുലിൻ്റെ ഈ മുഖഭാവത്തിന് പിന്നിലെന്ത്? എന്തുകൊണ്ടാണ് രാഹുലിന് ഇങ്ങനെ തല ഉയർത്തി നിൽക്കാൻ പാലക്കാട് കഴിഞ്ഞത്? അതിനൊരൊറ്റ കാരണം മാത്രമേയുള്ളൂ. ഇക്കഴിഞ്ഞ ദിവസം രാഹുൽ പാലക്കാടെത്തിയ വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾ, യൂട്യൂബുകളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ഈ വീഡിയോ ഇപ്പോൾ വൈറലാണ്. ആ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ മാത്രം വായിച്ചാൽ മതി എന്തുകൊണ്ട് രാഹുൽ തല കുനിച്ചില്ല എന്നതിൽ നിന്ന് വ്യക്തമാണ്. ഒരു പോരാളിയുടെ മുഖഭാവത്തോടെ അവൻ കടന്നു വന്നു. അവൻ കുറ്റവാളിയാണ് ഒരുപക്ഷെ ഭരണകൂടത്തിന് മുന്നിൽ. എന്നാൽ നിയമ സംവിധാനത്തിന് മുന്നിൽ അവൻ പലതും തുറന്നു പറയുന്നു. രാഹുൽ മാങ്കൂട്ടം എന്ന ആ യുവനേതാവിൻ്റെ ധാർമ്മികതയും സദാചാരവുമൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നു. എന്നാൽ മറുവശത്ത് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ അയാൾ പൊരുതുകയാണ്. തികച്ചും ആശ്ചര്യമെന്ന് നമുക്ക് തോന്നാം. കാരണം അയാളുടെ പോരാട്ടത്തിനൊപ്പം വലിയൊരു ജനത നിൽക്കുന്നു. അയാളൊരു പ്രതീകമായി മാറുന്നത് അവിടെയാണ്. ഭരണകൂടത്തിനെതിരെ നഖശികാന്തം ഇന്നലകളിൽ യുദ്ധം നയിച്ച ആ പോരാളിക്ക് മുന്നിൽ ആളുകൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും വിശ്വാസം അവശേഷിപ്പിക്കുന്നു. രാഹുലിൻ്റെ ഒരു കൊടുങ്കാറ്റ് പോലുള്ള കടന്നുവരവ് കോൺഗ്രസ് കേന്ദ്രങ്ങളെ ഇന്നലെ ഞെട്ടിച്ചു. രാഹുലിനെ വീണ്ടും തള്ളിപ്പറഞ്ഞുകൊണ്ട് K. മുരളീധരനടക്കം ആദ്യം കളത്തിലിറങ്ങി. എന്നാൽ സമൂഹ മാധ്യമങ്ങൾ എറിഞ്ഞോടിച്ചതോടെ കോൺഗ്രസ് നേതാക്കൾ ഊളിയിട്ടു. രാഹുലിൻ്റെ ഒളിവ് ജീവിതത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പോലീസ് നടത്തുന്നു. മറുവശത്ത് രാഹുൽ പാലക്കാട് താമസിച്ചിരുന്ന ഫ്ളാറ്റ് ഒഴിയണമെന്ന് ഫ്ളാറ്റ് അസോസിയേഷൻ. ഈ മാസം 25-ാം തീയതിക്കകം ഫ്ളാറ്റ് ഒഴിയണമെന്ന് കാട്ടി രാഹുലിന് അവർ നോട്ടീസ് നൽകി. രാഹുലിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നിരന്തരം പരിശോധന നടത്തുന്നത് തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇന്നലെ വൈകിട്ട് 4:45-ന് പാലക്കാട് നഗരസഭയിലെ 24-ാം വാർഡ് കുന്നത്തൂർമേട് നോർത്തിലെ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലേക്ക് രാഹുൽ വോട്ട് ചെയ്യാനെത്തിയതോടെയാണ് അപ്രതീക്ഷിതമായി കേരളം രാഹുലിലേക്ക് തിരിഞ്ഞത്. ഓടിയെടുത്ത മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഒരൊറ്റ മറുപടി മാത്രം. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ രാഹുൽ അവർക്ക് നേരെ തിരിഞ്ഞു. തനിക്ക് പറയാനുള്ളതും തനിക്കെതിരെ പറയുന്നതും കോടതിയുടെ മുന്നിലാണ്. സത്യം ജയിക്കുമെന്ന ആത്മവിശ്വാസം തനിക്കുണ്ട്. പാലക്കാട് തന്നെ താൻ ഉണ്ടാകുമെന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. രാഹുലിന് ബൊക്കെ സമ്മാനിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ ഓടിയെടുക്കുന്നു. ഒരു വശത്ത് രാഹുലിന് സ്വീകരണമൊരുക്കാൻ മത്സരിക്കുന്നവർ, മറുവശത്ത് രാഹുലിനെ പ്രതിഷേധിക്കാൻ ഓടിക്കൂടിയവർ. ഇവർക്കിടയിൽ രാഹുലിന് സംരക്ഷണമൊരുക്കുന്ന പോലീസ് ഇന്നലെ കൗതുക വസ്തുവായി. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുലിനെ തെരഞ്ഞുപിടിക്കാൻ വട്ടമിട്ടോടിയ പോലീസ് സംഘം ഇന്നലെ രാഹുലിന് സുരക്ഷ നൽകുന്നു. ഇതൊക്കെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ വിരുദ്ധ മുഖങ്ങൾ തന്നെ. വൈകുന്നേരം തന്നെ പാലക്കാട് നിന്ന് രാഹുൽ അടൂരിലുള്ള തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. വടക്കൻ പരവൂരിൽ അഡ്വക്കേറ്റ് S. രാജീവിൻ്റെ വീട്ടിലേക്ക് ആദ്യം. അദ്ദേഹത്തെ കണ്ട് കേസ് വിവരങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. അതിനുശേഷമാണ് അടൂരിലെ വീട്ടിലേക്ക് രാഹുൽ തിരിച്ചത്. അമ്മയെ ഒന്ന് കാണണമെന്ന് രാഹുൽ അടുത്തുള്ളവരോട് പറഞ്ഞു. വീട്ടിലെത്തി അമ്മയെ കെട്ടിപ്പുണർന്ന് രാഹുൽ അകത്തേക്ക്. വീട്ടിലെത്തിയ രാഹുലിനെ കെട്ടിപ്പുണർന്ന അമ്മ പറഞ്ഞു, എനിക്കെൻ്റെ മകനെ അവിശ്വാസമില്ല. രാഹുൽ തിരികെ പൊങ്ങിയതോടെ ഇപ്പോൾ കടുത്ത നിരീക്ഷണത്തിലാക്കാൻ പോലീസിന് നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു. ഇന്നലെ പാലക്കാട് നിന്ന് അടൂരിലേക്ക് രാഹുൽ കുതിക്കുമ്പോൾ മഫ്തിയിൽ പോലീസ് സംഘവും രാഹുലിനെ അനുഗമിച്ചിരുന്നു. അടൂരിൽ ഉൾപ്പെടെ ഇപ്പോൾ കനത്ത പോലീസ് നിരീക്ഷണത്തിലാണ് രാഹുൽ. അടൂരിലെ വീട്ടിൽ തന്നെ താൻ തൽക്കാലം തുടരുമെന്നും ഇനി ഒളിച്ചോട്ടമില്ലെന്നും രാഹുൽ അടുപ്പക്കാരോട് പറഞ്ഞു. ഹൈക്കോടതി വിധിക്ക് വേണ്ടി കാത്തിരിക്കും. ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമെന്നാണ് തൻ്റെ പ്രതീക്ഷ. ഇനിയൊരു ഒളിച്ചോട്ടമുണ്ടാകില്ല എന്ന് രാഹുൽ പറയുന്നു.
ഹൈക്കോടതി ജാമ്യം അനുവദിച്ചില്ല എങ്കിൽ കീഴടങ്ങാൻ തന്നെയാണ് രാഹുലിന്റെ നീക്കം. 3 ദിവസങ്ങൾക്ക് മുൻപ് വരെ രാഹുലിന്റെ നീക്കങ്ങൾ തങ്ങൾ നിരീക്ഷിക്കുന്നു എന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ അവകാശവാദം. എന്നാൽ അന്വേഷണ സംഘത്തെ വെട്ടിച്ചുകൊണ്ട് രാഹുൽ അത്ഭുതകരമായി തന്റെ ഒളിയിടങ്ങൾ മാറുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. വോട്ട് ചെയ്യാനെത്തിയ രാഹുലിനെ കുന്നത്തൂർമേട് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രശോഭ് വത്സനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ചേർന്നാണ് സ്വീകരിച്ചത്. ഇത് DCCയെ ഞെട്ടിച്ചു. രാഹുലിന്റെ സ്വീകരണത്തിനും രാഹുൽ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ അദ്ദേഹത്തിന് ബൊക്കെ നൽകിയതിലുമൊന്നും കോൺഗ്രസിന് ഔദ്യോഗികമായി പങ്കാളിത്തമില്ല എന്നാണ് DCC പ്രസിഡന്റിന്റെ വിശദീകരണം. രാഹുൽ ഒളിവിൽ കഴിഞ്ഞത് 8 ഒളിയിടങ്ങളിലാണ് എന്ന് അന്വേഷണ സംഘം പറയുന്നു. വൈകിയെങ്കിലും ഈ സ്ഥലങ്ങളിലൊക്കെ പോലീസ് എത്തി വിവരങ്ങൾ ശേഖരിച്ചുവത്രേ. കോയമ്പത്തൂർ, ബാഗലൂർ, ബംഗളൂരു എന്നിവിടങ്ങളിൽ രാഹുൽ ഒളിവിൽ കഴിഞ്ഞുവെന്നാണ് SIT പറയുന്നത്. ഹൊസൂർ, കോറമംഗല, കെമ്പഗൌഡ, മുത്തുകടകള്ളി, ബൊമ്പസാന്ദ്ര എന്നിവിടങ്ങളിലൊക്കെ രാഹുൽ ഒളിവിൽ കഴിഞ്ഞു. രാഹുലിനെ കർണാടകയിലെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം സഹായിച്ചു എന്നാണ് SIT പറയുന്നത്. ഒരു സ്ഥലത്ത് പരമാവധി 5 മണിക്കൂർ മാത്രമാണ് രാഹുൽ തങ്ങിയത്. ആഡംബര റിസോർട്ടുകളിലും വില്ലകളിലും ഫാം ഹൗസുകളിലുമാണ് രാഹുൽ മുഖ്യമായും കഴിഞ്ഞത്. ഇത്തരമൊരു അവകാശവാദം SIT ഉയർത്തുമ്പോഴും മറുവശത്ത് കഴിഞ്ഞ 15 ദിവസം രാഹുൽ എവിടെയായിരുന്നുവെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. ഒടുവിൽ ഇന്നലെ വോട്ട് ചെയ്യാൻ എത്തുന്നതിന് 15 മിനിറ്റ് മുമ്പ് മാത്രമാണ് രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുന്നു എന്ന വിവരം പോലീസിൽ ലഭിക്കുന്നത്. മിന്നൽ വേഗതയിൽ പോലീസ് സുരക്ഷ ഒരുക്കി. ബംഗളൂരുവിൽ നിന്ന് കോയമ്പത്തൂരിലെത്തി അവിടെ നിന്ന് പാലക്കാട് സുഹൃത്തിൻ്റെ വീട്ടിലെത്തി എന്നാണ് കരുതുന്നത്. MLAയുടെ വാഹനം അവിടേക്ക് വിളിപ്പിച്ചു വരുത്തി പിന്നീട് വോട്ട് ചെയ്യാനായി പുറപ്പെട്ടു. വോട്ടെടുപ്പിൻ്റെ അവസാനം 5 മണിയോടെ ബൂത്തിൽ എത്തുമെന്ന അറിയിപ്പ് നേരത്തെ ചില കോൺഗ്രസ് പ്രവർത്തകർക്ക് ലഭിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള വിവരം. രാവിലെ വോട്ട് ചെയ്യാനെത്തിയാൽ തെരഞ്ഞെടുപ്പ് ദിവസത്തെ ചർച്ചാ വിഷയം ഇതാകുമെന്നും ഇത് UDFന് ദോഷം ചെയ്യുമെന്നും രാഹുൽ തൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞു. ഇതിനെ തുടർന്നാണ് വോട്ടെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിൽ എത്തിയാൽ മതി എന്ന ധാരണയിലെത്തിയത്. വോട്ട് ചെയ്തു മടങ്ങിയ രാഹുലിൻ്റെ വാഹനം നേരെ പോയത് പാലക്കാട് മലബാർ ആശുപത്രിയുടെ ക്യാൻറ്റീനിലേക്ക്. അവിടെ നിന്ന് ചായ കുടിക്കുന്നതിനിടയിൽ മാധ്യമപ്പട അദ്ദേഹത്തെ വളഞ്ഞു. അവിടെ വെച്ചാണ് രാഹുലിനോട് ഇനി എന്താണ് പരിപാടി എന്ന മാധ്യമപ്രവർത്തകയുടെ ചോദ്യം. അതിന് രാഹുൽ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി പറഞ്ഞു. ഒരു ചായ കുടിക്കണം, മൈക്കൊന്ന് മാറ്റിയാൽ ചായ കുടിക്കാം. ഇതിനെ തുടർന്നാണ് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളെ എടുത്തു പൊരിക്കുന്നത്. ഇന്നലെ വരെ രാഹുൽ വേട്ട നടത്തിയവർ ഇന്ന് രാഹുലിൻ്റെ ഒരു വാക്കിനു വേണ്ടി ഓടിക്കൂടുന്നു. രാഹുലിന് ചുറ്റും അവർ പറന്നു നടക്കുന്നു. ഡ്രോൺ ക്യാമറകളുമായി രാഹുലിന്റെ വാഹനത്തിന് മുകളിലൂടെ അവർ പായുന്നു. ചായ കുടിച്ചതിന് ശേഷം രാഹുൽ നേരെ MLAയുടെ ഓഫീസിലേക്ക്. അവിടെ ജീവനക്കാരുമായി ഔദ്യോഗിക കാര്യങ്ങൾ ചർച്ച ചെയ്തു. അവിടെ കിരച്ചെത്തിയ മാധ്യമപ്രവർത്തകരോട് രാഹുലിന് ഒന്നു മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിനിയൊന്നും സംസാരിക്കാനില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരടഞ്ഞ അധ്യായമെന്നാണ് ഇപ്പോൾ പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പന്റെ പ്രസ്താവന. കോൺഗ്രസ് നേതാക്കളൊക്കെ ഇത്തരം പ്രസ്താവനകൾ മുഴക്കുന്നുവെങ്കിലും രാഹുലിന്റെ കടന്നുവരവ് കോൺഗ്രസിന് തന്നെ ഗുണം ചെയ്യുമെന്ന് ചിലർ കരുതുന്നു. രാഹുലിന്റെ കടന്നുവരവിൽ ഭയപ്പെട്ടു നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെയും മറുപുറത്ത് നമുക്ക് കാണാം. ഇന്നലെ വരെ രാഹുലിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയ VD സതീശനും K. മുരളീധരനുമൊക്കെ ഇനി രാഹുലിനെ പ്രതിരോധിക്കേണ്ട ഘട്ടത്തിലെത്തി നിൽക്കുന്നു. മറുവശത്ത് സോഷ്യൽ മീഡിയ നിറയെ രാഹുൽ ഫാനുകൾ നിറഞ്ഞാടുകയാണ്. പാലക്കാട് നിന്ന് വല്ലാത്തൊരു കാഴ്ചയൊരുക്കിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലേക്ക് തിരിച്ചിരിക്കുന്നത്. രാഹുൽ ഒരു പ്രഹേളികയാകുന്നതും ഇതുകൊണ്ട് തന്നെ. 2 ബലാത്സംഗ കേസുകൾ, അറപ്പുളവാക്കുന്ന കേസുകൾ ഇനിയും ഉയർന്നു വരുമെന്ന MV ഗോവിന്ദൻ്റെ പ്രഖ്യാപനം. എന്നിട്ടും നെഞ്ചുവിരിച്ചൊരു പോരാളിയുടെ മട്ടിൽ രാഹുൽ കടന്നു വരുന്നത് കയ്യടിയോടെ സ്വീകരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ. എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം എന്നതിൻ്റെ ഉത്തരം ഒന്നു മാത്രം. സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ തനിക്ക് നൽകുന്ന പിന്തുണ രാഹുൽ മനസ്സിലാക്കുന്നു. അതിലപ്പുറം രാഹുൽ കടന്നു വരുമ്പോൾ പാലക്കാട്ടെ ജനങ്ങളുടെ മുഖത്തെ നിറഞ്ഞ ചിരി. എവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത പ്രതിഷേധക്കാർ. അതെ, അതുതന്നെയാണ് രാഹുൽ എന്ന പ്രഹേളികയും. അയാളെ ഭരണകൂടം നിഷ്ഠൂരമായി വേട്ടയാടി. അയാൾക്ക് പിന്നാലെ മാധ്യമപ്പട വേട്ടപ്പട്ടികളെപ്പോലെ പാഞ്ഞു. അതുകൊണ്ട് തന്നെ അയാളുടെ നിസ്സഹായത ജനങ്ങൾ നോക്കി നിന്നു. ആ നിസ്സഹായതയോടൊപ്പം ജനങ്ങളുടെ വികാരം കൂടി അവർ ചേർത്ത് വെച്ചു. അവർ മുൻപത്തെ കഥ വായിച്ചെടുത്തു. അതെ, പണ്ടവൻ ഒരു പോരാളിയായിരുന്നു. ഭരണകൂടത്തിനെതിരെ നെഞ്ചുവിരിച്ച് പോരാടിയവൻ. അന്ന് അവന് പിന്നിൽ ഒരു സംഘടനയൊപ്പം നിന്നു. അവൻ ആ സംഘടനയെ കൈപിടിച്ചുയർത്തി.
നാളുകളിൽ സംഘടനയുടെ തലപ്പത്തുള്ള പലർക്കും അവൻ അപകടകാരികളായി മാറുമോ എന്ന് ചിലർ ഭയന്നു. അതുകൊണ്ട് തന്നെ സംഘടനയുടെ തലപ്പത്തുള്ളവർ അവനെ ആദ്യം വെട്ടിവീഴ്ത്തി. അവൻ്റെ ചോരയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടി നൃത്തം ചെയ്തവരുടെ നെഞ്ചത്തുകൂടി അവൻ പിന്നീട് ചവിട്ടിക്കയറി. ഒളിവിടങ്ങളിൽ നിന്ന് ഒളിവിടത്തിലേക്ക് പോലീസിനെ ഭയന്ന് അവൻ പിൻവാങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ അവൻ്റെ തിരിച്ചുവരവിൽ ഭരണകൂടത്തിന് നേർക്കുള്ള ആ ചൂണ്ടുവിരലുണ്ട്. അവൻ കാലുകുത്തി നിൽക്കുന്നിടത്തെ സദാചാരവും ധാർമ്മികതയുമൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാം. അവൻ്റെ ചങ്കിൽ എന്താണ് ഭാവമെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എവിടെയാണ് രാഹുലിന് പിഴച്ചത്? എന്തുകൊണ്ടാണ് ഇത്രയധികം ലൈംഗിക വൈകൃതങ്ങളിൽ അവൻ പെട്ടുപോയത് എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം, ചർച്ച ചെയ്യാം. പക്ഷേ അവനിലെ രാഷ്ട്രീയക്കാരനെ, പോരാളിയെ വെട്ടിയൊതുക്കുക അത്ര എളുപ്പമല്ല എന്ന് തിരിച്ചറിയുന്ന കാഴ്ചകളാണ് ഇന്നലെ പാലക്കാട് നമ്മൾ കണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.